നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ വാദം കേൾക്കുന്നത് ജൂൺ 26 മാറ്റി. പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചുള്ള ഉത്തരവ് ലഭിക്കാത്തതിനാൽ വാദം കേൾക്കുന്നത് നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അടുത്ത മാസം 26 കേസ് മാറ്റിയത്. ഭാര്യ ജസ്നയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഫവാദ് പത്തൂർ ഹാജരായി. അഡീഷണൽ സെഷൻസ് കോടതിയിൽ NR കൃഷ്ണകുമാറാണ് കേസ് പരിഗണിച്ചത്. വിചാരണയുടെ തീയതി പ്രഖ്യാപിക്കുവാനാണ് ഇന്ന് കേസ് പരിഗണിച്ചിരുന്നത്. നേരത്തെയും വിചാരണയ്ക്ക് തീയതി ഷെഡ്യൂൾ ചെയ്തിരുന്നുവെങ്കിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായിരുന്നില്ല. നേരത്തെ നിയമിച്ചിരുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രായാധിക്യം കാരണം ഒഴിവായതിനാൽ പുതിയ ആളെ നിയമിച്ച് ഉത്തരവായിട്ടില്ല. കാസർഗോഡ് സ്വദേശി അഡ്വക്കേറ്റ് CK ശ്രീധരനായിരുന്നു നേരത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റി നിയമിക്കണമെന്ന് ഫൈസലിന്റെ മാതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന കോഴിക്കോട്ടെ സീനിയർ അഭിഭാഷകൻ P കുമാരൻകുട്ടിയെ നിയമിക്കണമെന്നാണ് ആവശ്യം. 2016 നവംബർ 19 പുലർച്ചെയാണ് കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ വെച്ച് ഫൈസലിനെ RSS സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. 16 പ്രതികളുള്ള കേസിൽ 2ാം പ്രതിയായ വിപിൻ കൊല്ലപ്പെട്ടിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ RSS പ്രവർത്തകരായ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ നീക്കമുണ്ടെന്നാരോപിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊടുവിലാണ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതും പ്രതികളെ പിടികൂടുന്നതും. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ 29 ദിവസം കൊണ്ട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതുമടക്കം കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നതായി ആരോപണങ്ങൾക്കിടെയാണ് കേസ് വിചാരണയ്ക്കായി എത്തുന്നത്. പ്രതികൾക്ക് വേണ്ടി തൃശൂർ സ്വദേശിയായ സീനിയർ അഭിഭാഷകൻ ഈശ്വരനാണ് ഹാജരാകുന്നത്. മാർച്ചിൽ കേസ് വിളിച്ച സമയത്ത് കേസിലെ 15 പ്രതികളും തിരൂർ കോടതിയിൽ ഹാജരായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന കാരണത്താൽ 2016 നവംബർ 19 പുലർച്ചെ 5:03 കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ വെച്ച് പുല്ലാണി ഫൈസൽ കൊല്ലപ്പെടുന്നത്. കൊടിഞ്ഞി പാലാ പാർക്കിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും ഓട്ടോയിൽ താനൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഫൈസലിനെ ബൈക്കിലെത്തിയ 4 അംഗ സംഘമാണ് വെട്ടിവീഴ്ത്തിയത്. വിദേശത്തേക്ക് തിരിച്ചു പോകുന്ന ഫൈസലിനെ യാത്രയാക്കാൻ തിരുവനന്തപുരം സ്വദേശിയായ ഭാര്യ ജസ്നയുടെ അച്ഛനും അമ്മയും കൊടിഞ്ഞിയിലേക്ക് പോന്നിരുന്നു. ട്രെയിനിൽ താനൂർ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഇവരെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഫൈസൽ ഓട്ടോയുമായി പുലർച്ചെ പുറപ്പെട്ടത്. കാത്തുനിന്നിരുന്ന പ്രതികൾ 2 ബൈക്കുകളിലായി പിന്നാലെ കൂടുകയും ഫാറൂഖ് നഗർ അങ്ങാടിയിൽ വെച്ച് തടഞ്ഞുവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഫൈസലും ഭാര്യയും 3 മക്കളുമാണ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നത്. ഫൈസലിന്റെ മാതാപിതാക്കളും സഹോദരിമാരും ഉൾപ്പെടെയുള്ളവർ മതം മാറുമോ എന്നതിനെ തുടർന്നാണത്രേ കൊല്ലാൻ തീരുമാനിച്ചത്. എന്നാൽ കൊലപാതകത്തിനു ശേഷം ഫൈസലിന്റെ മാതാപിതാക്കളും 2 സഹോദരിമാരും 1 സഹോദരി ഭർത്താവും മക്കളും ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. കേസിൽ RSS പ്രവർത്തകരായ 16 പേരെയാണ് പിടികൂടിയത്. ഫൈസലിന്റെ സഹോദരി ഭർത്താവും ബന്ധുവും ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന കേസിൽ പ്രതികളാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത തിരൂർ മംഗലം പുല്ലാണി കാരാട്ടുകടവ് സ്വദേശി കണക്കൽ പ്രജീഷ് എന്ന ബാബു, തിരൂർ ആലത്തിയൂർ കുട്ടിച്ചാത്തൻകാവിൽ കുണ്ടിൽ പോയിലശ്ശേരി ബാബുവിന്റെ മകൻ ബിബിൻ, വള്ളിക്കുന്ന് അത്താണിക്കൽ മുണ്ടിയൻകാവ് പറമ്പ് സ്വദേശി പല്ലാട്ട ശ്രീജേഷ് എന്ന അപ്പു, നന്നമ്പ്ര വെള്ളിയാപുറം ചൂലംകുന്ന് സ്വദേശിയും തിരൂർ പുല്ലൂണി താമസക്കാരനുമായ തടത്തിൽ സുധീഷ് കുമാർ എന്ന കുട്ടാപ്പു എന്നിവരാണ് 1 മുതൽ 4 വരെ പ്രതികൾ. കൊലപാതകത്തിന്റെ സൂത്രധാരൻ തിരൂർ തൃക്കണ്ടൂർ സ്വദേശി മഠത്തിൽ നാരായണൻ കേസിൽ 5ാം പ്രതിയാണ്. ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ കൊടിഞ്ഞി ചുള്ളിക്കുന്ന് സ്വദേശി പുളിക്കൽ ഹരിദാസൻ, നന്നമ്പ്രയിലെ കളത്തിൽ പ്രദീപ് എന്ന കുട്ടൻ, ഇയാളുടെ ജ്യേഷ്ഠൻ ഷാജി, ചാനത്ത് സുനിൽ, ഫൈസലിന്റെ മാതൃ സഹോദരപുത്രനും അയൽവാസിയുമായ കൊടിഞ്ഞി ഫാറൂഖ് നഗർ സ്വദേശിയുമായ പുല്ലാണി സജീഷ് എന്നിവരാണ് 6 മുതൽ 10 വരെ പ്രതികൾ. ഫൈസലിന്റെ സഹോദരി ഭർത്താവും അമ്മാവന്റെ മകനും നന്നമ്പ്ര തട്ടത്തലം സ്വദേശിയുമായ പുല്ലാണി വിനോദ്, പരപ്പരങ്ങാടി സ്വദേശിയും വിമുക്ത ഭടനുമായ കോട്ടയിൽ ജയപ്രകാശ്, വിശ്വ ഹിന്ദു പരിഷത്ത് തിരൂരങ്ങാടി താലൂക്കിന്റെ അന്നത്തെ സെക്രട്ടറിയുമായിരുന്ന വള്ളിക്കുന്ന് അത്താണിക്കൽ സ്വദേശി കോട്ടാശ്ശേരി ജയകുമാർ, പാലത്തിങ്ങൽ പള്ളിപ്പടി സ്വദേശി തയ്യിൽ ലിജീഷ് എന്ന ലിജു, പ്രതിയെ ഒളിവിൽ താമസിക്കുവാൻ സഹായിച്ച തിരൂർ ആലത്തിയൂർ സ്വദേശി എടക്കാപ്പറമ്പിൽ രതീഷ്, ആയുധം സൂക്ഷിച്ചതിന് തിരൂർ കോഴിശ്ശേരി തൃപ്പങ്കോട് സ്വദേശി പുതുശ്ശേരി വീട്ടിൽ വിശ്വനാഥന്റെ മകൻ വിഷ്ണു പ്രകാശ് എന്നിവർ 11 മുതൽ 16 വരെയുള്ള പ്രതികളാണ്. 2017 ഓഗസ്റ്റ് 29 കേസിലെ 2ാം പ്രതിയായ ബിബിൻ തിരൂരിൽ വെച്ച് കൊല്ലപ്പെട്ടതിനാൽ കോടതിയിൽ അന്വേഷണ സംഘം നൽകിയ അപേക്ഷ പരിഗണിച്ച് പ്രതിപ്പട്ടികയിൽ നിന്നും അയാളെ ഒഴിവാക്കിയിട്ടുണ്ട്.
കാസർകോട്ട് പള്ളിയിൽ കൊല്ലപ്പെട്ട റിയാസ് മൗലവി കൊലക്കേസിലെ പ്രതികളെ വെറുതെവിട്ട സാഹചര്യത്തിൽ കൊടിഞ്ഞി ഫൈസൽ വധക്കേസിലെ വിചാരണയെ വളരെ ജാഗ്രതയോടെയാണ് ജനം കാണുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.